ഹായ് നമസ്കാരം. അപ്പോൾ ഒരു സിനിമ കണ്ടിറങ്ങി. കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വന്നപ്പം സിനിമ കണ്ടു. കണ്ട സിനിമ ഒരു ജാതി ജാതകം. ജാതകം തിരുത്തി എഴുതി മക്കളെ, ഒരു മാറ്റവുമില്ല. വിനീത് ശ്രീനിവാസൻ്റെ ജാതകം തിരുത്തി എഴുതി. തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ പൂരപ്പറമ്പാണ്. എം മോഹനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എം മോഹനൻ ഇത്തരം ഒരു സിനിമ ചെയ്യുമെന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അത്തരം രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങിയ സന്തോഷത്തിലാണ്. ഇതിലെ എല്ലാ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനടുത്ത് മികച്ചത് തന്നെയാണ്. നമുക്കറിയാം, ഒരു കല്യാണപ്രായമായി എത്തിയിരിക്കുന്ന ഒരു മകൻ, ആ മകൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഉള്ള ഒരു തത്രപ്പാടുകളുണ്ടല്ലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നു, പെണ്ണ് കിട്ടാതെ വരുന്നു, സിനിമ കണ്ട് തീരുമാനിക്കണം. അതുമായി ഉണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാകുന്ന സംഭവങ്ങൾ, കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് അദ്ദേഹത്തിനെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ, എന്ത് പറയാനാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ ചിരിച്ച് എണ്ണീറാവും. എന്നാൽ സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുമ്പം ഇത് വേറെ ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് അറിയാൻ മേലാതെ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാം, മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമ. പിന്നെ ഏറ്റവും അടുത്ത് ഈ പയ്യൻ്റെ കല്യാണമൊക്കെ നടക്കാതെ വരുമ്പം അച്ഛൻ്റെ അമ്മയുടെ ഒരു ആദ്യമുണ്ട്. അത് ഈ സിനിമയിൽ ശരിക്കും കാണിക്കുന്നു. പക്ഷേ അച്ഛൻ റോള് കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാഷുണ്ടല്ലോ, എന്നാ താൻ കേസുകളിലെ ജഡ്ജി, എന്താ വൈബ്. ഈ അച്ഛൻ്റെ 2-3 സീനുകൾ എടുത്തു പറയാം. സെക്കൻഡ് ഹാഫ് ഒരു സീനുണ്ട് കേട്ടോ, ചിരിച്ച് ഒരു രക്ഷയില്ല. ആ സീൻ നിങ്ങൾ പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് ചിരിക്കാവുന്ന സീനാണ്. സെക്കൻഡ് ഹാഫിൽ മകനെ നേരിട്ട് കാണുന്ന ഒരു സീനിൽ അച്ഛൻ്റെ ഒരു എക്സ്പ്രഷനും അത് പോയി അമ്മയുടെ അടുത്ത്, ഭാര്യയുടെ അടുത്ത് പറയുന്ന ഒരു രീതി, എൻ്റെ അമ്മ ജാതിയാണെന്നറിയോ. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാൻ പറ്റുന്നു. അതോടൊപ്പം ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറും, കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്, കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സിനിമകളാണ് മലയാളത്തിൽ വേണ്ടത്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നെ എം മോഹനൻ നമുക്ക് തന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തുടക്കം കാണുമ്പോഴൊക്കെ വിനീത് ശ്രീനിവാസൻ്റെ കുറേ സാധനങ്ങൾ കണ്ടപ്പം എനിക്ക് ശ്രീനിച്ചേട്ടനാണ് ഓർമ്മ വന്നത്. ശ്രീനിച്ചേട്ടൻ്റെ പഴയ പടങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അപ്പം ശ്രീനിച്ചേട്ടനെ നമുക്ക് ഓർമ്മ വരുന്ന നിലയിലേക്ക് പോയി. ശ്രീനിച്ചേട്ടൻ അങ്ങനെ ചെയ്തു വെച്ച കുറേ കഥാപാത്രം, അത് നിങ്ങൾ സിനിമ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീനിച്ചേട്ടൻ എവിടെയൊക്കെ ശ്രീനിച്ചേട്ടൻ പെട്ടെന്ന് വരുന്നു നമ്മുടെ മുമ്പിലേക്ക്. വിനീത് ശ്രീനിവാസൻ ഇത്ര കൃത്യമായ മീറ്റർ വെച്ച് ഒരു കോമഡി, ഓരോ ഓവറും ആക്കാതെ പ്രേക്ഷകരുടെ മനസ്സിൽ ചിരി പടർത്താവുന്ന ഒരു സിനിമയാണ്. ആദ്യ ഷോ കണ്ടപ്പോൾ എല്ലാവരും കൂട്ടത്തോട് ചിരിച്ചു. ഇനി അടുത്ത ഷോയ്ക്കും കൂടെ ഒന്ന് പോയി കണ്ടാലായിരുന്നു നമുക്ക് ഈ ചിരിപ്പൂരം, നമ്മളൊരു അടിപ്പൂരം എന്നൊക്കെ പറയുന്നത്, ചിരിപ്പൂരമാവുന്ന ഒരു സിനിമ ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ്റെയും എം മോഹൻ്റെയും മഹാസുബേറിൻ്റെ ജാതകം മാറ്റി എഴുതിയ ഒരു സിനിമ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, സിനിമ കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.